വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച പണം സമ്പാദ്യക്കുടുക്ക പൊട്ടിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത തിരുമേനി SNDP സ്കൂൾ 3ാം ക്ലാസ് വിദ്യാർത്ഥി ആദിദേവിന് സമ്മാനമായി സൈക്കിൾ ലഭിച്ചു. തിരുമേനി ടൗണിലെ വ്യാപാരിയായ കുഴിക്കാലായിൽ സിജോയാണ് സൈക്കിൾ സമ്മാനമായി നൽകിയത്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ സമ്മാനിച്ച സമ്പാദ്യക്കുടുക്കയിൽ ആദിദേവ് സ്വരൂപിച്ചതെല്ലാം ഒരു പുതിയ സൈക്കിൾ വാങ്ങാനായിരുന്നു. ആ ആഗ്രഹമാണ് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ ആദിദേവ് വേണ്ടെന്ന് വെച്ചത്. തൻ്റെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് മാതൃകയായ ആദിദേവിന് നാട്ടിൽ നിന്നു തന്നെ ഒരു വിലപ്പെട്ട സമ്മാനം ലഭിച്ചിരിക്കുന്നു. തിരുമേനി ടൗണിലെ വ്യാപാരിയായ കുഴിക്കാലായിൽ സിജോ പുതിയ സൈക്കിൾ ആദിദേവിന് സമ്മാനിച്ചു. കൊച്ചുമിടുക്കൻ അവൻ ചെയ്ത സൽപ്രവൃത്തി കണ്ടപ്പോൾ എനിക്ക് അന്നേരം തോന്നിയതാണ്. അവൻ്റെ ഈ പ്രവൃത്തി എല്ലാവർക്കും ഒരു പ്രചോദനമാകാനും ഭാവി തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയായിത്തീരുന്ന ഒരു പ്രവൃത്തിയാണ് ഇവൻ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞു, മാഷെ അവനൊരു സൈക്കിൾ നമുക്ക് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ മാഷിനെ വിളിച്ച് പറഞ്ഞു, മാഷെ ഞാനിന്ന് സൈക്കിൾ മേടിച്ച് കൊണ്ടുവരാം, അവരോട് പറഞ്ഞ് നമുക്കിത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ പൊന്നുമോന് ഒരുപാട് അഭിനന്ദനങ്ങളും നമുക്ക് അഭിമാനം തോന്നുന്നു. നമ്മളെ തിരുമേനിക്കാർക്ക് എല്ലാവർക്കും അഭിമാനമാകുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. മറ്റുള്ളവരും ഇത് മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുമേനി SNDP LP സ്കൂൾ ഹെഡ് മാസ്റ്റർ PM സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് KC പ്രസൂൺ, മദർ PTA പ്രസിഡന്റ് ദീപ സിജോ എന്നിവരുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ ആദിദേവ് സൈക്കിൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, തിരുമേനി. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.